ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസത്തിന് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, വീഡിയോ ചെയ്യുന്നില്ലേ, എവിടെ വീഡിയോസ് എവിടെ. എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടണം. അപ്പം ഞാൻ അതിനുള്ള കണ്ടൻസ് ഒക്കെ കിട്ടി ഞാൻ ഒക്കെ എൻ്റെ ഫോണിൽ എടുത്ത് വെക്കും. പക്ഷേ എവിടെയോ മിസ്റ്റേക്ക് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ടൂറ് കഴിഞ്ഞതിൻ്റെ, നമ്മൾ മാത്രം പോയ ടൂറിൻ്റെയും അത് കഴിഞ്ഞ് ഞാനും മമ്മിയും ഫാമിലി ആയിട്ട് പോയ ടൂറിൻ്റെയൊക്കെ അപ്ലോഡ് ചെയ്യുകയും ബാക്കിയുണ്ട്. എല്ലാം എൻ്റെ ഫോണിലുണ്ട്, പക്ഷെ അതങ്ങോട്ട് വീഡിയോ ആയിട്ട് എത്തിയിട്ടില്ല. കുറെ പേര് ചോദിക്കുന്നുണ്ട് അത് എവിടെ വീഡിയോസ് എവിടെ ഇടുന്നില്ലേ, അല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആക്റ്റീവ് ആവണം എന്നുണ്ട്, പക്ഷേ ഭയങ്കര ആഗ്രഹം വെച്ച് തുടങ്ങിയ യൂട്യൂബ് ആയിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വന്നേക്കുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും, ഒരു ബോക്സ്. സോ എക്സൈറ്റഡ്. മുന്നേ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ പേളി ശ്രീനിഷ്, ഞാൻ അവരുടെ വലിയൊരു ഫാനാണ്. അവരുടെ ഫാമിലി, അതായത് പേളി ചേച്ചി, ഞാൻ ചേച്ചി എന്ന് വിളിക്കാം കേട്ടോ, റെസ്പെക്റ്റ് ഒക്കെ കൊടുത്തിട്ട് കുറച്ച് ചേച്ചി എന്നൊക്കെ വിളിക്കാം. അപ്പം പേളി ചേച്ചിയുടെ ഹസ്ബൻഡ് ശ്രീനിഷ്, പിന്നെ നീല ബേബി, ഇവരത്തെ 3 പേരുടെയും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത്, യൂട്യൂബ് ഫോളോ ചെയ്ത്, അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ കണ്ട് എൻജോയ് ചെയ്ത് ചിരിച്ച്, ഭയങ്കര അതിൽ കമൻസ് കാണാം. ഭയങ്കര ഒരു നമ്മൾ സാഡായിട്ട് ഇരുന്ന ആ വീഡിയോസ് കാണുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ്, നമ്മൾ ഫേസിൽ ഒരു ചിരി വരും. അതുപോലെ തന്നെയാണ് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കുറേ വീഡിയോസ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ പേളി ചേച്ചിയുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു ഗിവ് അവേയുടെ ഒരു റീൽ കണ്ടു. റീൽ എന്താന്ന് വെച്ചാൽ, ആഗ്രഹമുണ്ട്. ഹലോ എവരിബഡി, ഈ വർഷം അങ്ങനെ അവസാനിക്കാൻ പോലെ 2023 നമ്മൾ 2024ലേക്ക് ഇങ്ങനെ കാലെടുത്ത് വെക്കുമ്പോ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫാമിലി, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫാമിലി ഇങ്ങനെ ഓർഗാനിക് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സോ ഹാപ്പി. അപ്പം എനിക്ക് നിങ്ങളുടെ അടുത്തുള്ള ലവ് പല രീതിയിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് ഫിസിക്കലായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിന് ഒരു നല്ലൊരു ഹാമ്പർ, ചെറിയൊരു ഹാമ്പറാണ്, പക്ഷെ ഞാൻ തന്നെ അത് ഹാൻഡ് പിക്ക് ചെയ്ത് കുറച്ച് ക്യൂട്ട് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഹാമ്പർ കിട്ടുവാണെങ്കിൽ എത്ര പേർക്ക് കിട്ടും? ഒന്നാണോ? അല്ല, അപ്പം ഈ ഒരു റീൽ കണ്ടു. ഒട്ടും ഞാൻ അത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു 1 മണിക്കൂറൊന്നും ആയിട്ടില്ല അപ്ലോഡ് ചെയ്തിട്ട്. 59 ഒരു മിനിറ്റ് ആണല്ലോ അല്ലേ, 30 സെക്കൻഡ്സ് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. ഞാൻ അപ്പം തന്നെ 3 ഫ്രണ്ട്സിനെ ഷെയർ ചെയ്തു. അപ്പോൾ അതിൽ പറഞ്ഞ റൂൾസ് 3 ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യണം. പിന്നെ അവർ 2020 അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസിൽ നമുക്ക് ഏത് വീഡിയോ ആണ് ഇഷ്ടം എന്നുള്ളത് കമൻറ്റ് ചെയ്യണം. പിന്നെ അവരുടെ 3 പേജസ്, അതായത് പേളിമണി അവ ഇൻസ്റ്റഗ്രാം പേജ്, ശ്രീനിഷ് ഇൻസ്റ്റഗ്രാം പേജ്, നീല ബേബിയുടെ പേജ്, പിന്നെ പേളി പ്രൊഡക്ഷൻ, ഈ 4 പേജ് ഫോളോ ചെയ്യണം. അപ്പം എന്നെ ഓൾറെഡി 3 പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ അതും കൂടി ചെയ്തു. അപ്പം എൻ്റെ 3 ഫ്രണ്ട്സ്, ഷെറിൻ, 2 ഷെറിന്മാർ എൻ്റെ ഫ്രണ്ട്സ്, പിന്നെ ശിശിര, ഇവർ 3 പേര് ഞാൻ ടാഗും ചെയ്തു. പിന്നെ സ്റ്റോറി ചെയ്യാൻ, അവരുടെ സ്റ്റോറി ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോറി ഇട്ടു. അപ്പം പേളി പ്രൊഡക്ഷൻ അതെന്നെ റീഷെയർ ചെയ്തു. അപ്പം തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു, റീഷെയർ ചെയ്തല്ലോ, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അറ്റ്ലീസ്റ്റ് എൻ്റെ പേര് ഷബ്ന ഷെൻസ് ജസ്റ്റ് ഒന്ന് കാണുകയും ചെയ്തല്ലോ, അതൊക്കെ ആലോചിച്ചിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞ്, എത്ര കറക്റ്റ് ഓർമ്മയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞ് എനിക്ക് പേളി പ്രൊഡക്ഷനിൽ ഞാൻ ക്ലാസ് കഴിഞ്ഞ് ബസ്സിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പം എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ പേളി പ്രൊഡക്ഷൻ എന്നൊരു മെസ്സേജ് വന്നു. എനിക്ക് ബസ്സൊന്ന് തുള്ളിച്ചാടണോ ചിരിക്കണോ എന്ത് വികാരം വരണമെന്ന് എനിക്ക് അറിയാത്തൊരവസ്ഥ. അപ്പം ഞാൻ വായിച്ചു, ഞാനത് എവിടെയോ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാം. എന്നെ സെലക്ട് ചെയ്തു. ആ ഒരു 100 പേർക്കായിരുന്നു ഗിവ് അവേ കൊടുക്കുന്നുണ്ടായിരുന്നത്, ഹാമ്പർ കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പം അതിൽ എന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അഡ്രസ്സ് പറയാൻ പറഞ്ഞു. അഡ്രസ്സ് കൊടുത്ത് ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒട്ടും വെയിറ്റ് ചെയ്യാണ്ട് അപ്പം തന്നെ എല്ലതും കൊടുത്തു. അപ്പം അവർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, കേരളത്തിലാണോ, എവിടെയാണ്, എബ്രോഡാണോ, ഇന്ത്യയിലാണോ, അതൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ കേരളത്തിൽ തന്നെ ഉണ്ടല്ലോ, അപ്പം സമാധാനം. അങ്ങനെ ഞാൻ അഡ്രസ്സ് എല്ലാം കൊടുത്തു. അവർ റിപ്ലൈ തന്നിട്ടില്ല. ഞാൻ ഭയങ്കര സോ എക്സൈറ്റഡ്, താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ മെസ്സേജൊക്കെ അയച്ചു. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പേടി,
ഇനി സെലക്ട് എനിക്ക് തോന്നിയതാണോ അല്ലെങ്കിൽ ഇനിയും അതിലിനി എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കുറയ്ക്കുമോ, ഭയങ്കര പേടിയല്ല, ടെൻഷൻ. കാരണം കിട്ടും, ഞാൻ എല്ലാവരും പറഞ്ഞു കിടന്നു എന്നെ സെലക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു കിടന്നു ഇവിടെ എല്ലാവരോടും. അങ്ങനെ പിന്നെ കുറച്ച് ദിവസം അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി സ്ക്രീൻഷോട്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പേളി പ്രൊഡക്ഷനും പ്ലസ് അതുപോലെ തന്നെ പേളി സിസേരിയൻ സ്റ്റോറി, അതായത് അവർ സെലക്ട് ചെയ്ത 100 പേരുടെ സ്റ്റോറി ഇട്ടു. അപ്പം ഞാനിങ്ങനെ എൻ്റെ പേര് ഷപ്നാഷൻസ് നിങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുക എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. എനിക്ക് തോന്നുന്നു 3ാമത്തെ സ്റ്റോറിയിൽ ഷപ്നാഷൻസ് കണ്ടു. അപ്പോൾ അത് എനിക്കിപ്പോൾ തോന്നുന്ന സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഞാൻ പ്രൊഫൈലൊക്കെ കയറി നോക്കി എങ്ങാനും ഉണ്ടോയെന്ന്. അപ്പം അതൊന്നും ഇല്ല. അപ്പം എൻ്റെ പേര് കണ്ടു. അന്ന് മുതൽ ഞാൻ വെയിറ്റിംഗാ, എവിടെ എൻ്റെ ഹാമ്പർ. ഫൈനലി ആ ഒരു ഹാമ്പർ എൻ്റെ കയ്യിൽ എത്തി ഗൈസ്. അയ്യോ വിടല്ലേ. അപ്പോൾ ഇതാണ് ഇങ്ങനെ പേളി മണി ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അവരുടെ ഐക്കണൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇതിന് കഴിഞ്ഞ വേറൊരു സ്റ്റോറി ഉണ്ട്. അപ്പം ഇന്നിപ്പം ഡേറ്റ് 18th എനിക്ക് ഉച്ചയ്ക്ക് കോൾ വന്നു, അഡ്രസ്സൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ വേറെ ഒന്നും ഓർഡർ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് ഉറപ്പായി ഇതാണ് വരുന്നതെന്ന്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. അത് കഴിഞ്ഞ് ചിന്നു എനിക്ക് വീഡിയോ അയച്ചു തന്നു. ആ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്നിവിടെ പ്ലേ ആട്ടോ, ജസ്റ്റ് കൊടുക്കാം. ഈ ഒരു ഹാമ്പർ കാറിന്റെ മുകളിൽ വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയി കണ്ടപ്പോൾ വീട്ടിലെത്തിയല്ലോ. അപ്പോൾ ഞാൻ ബസ്സിലായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്കാണെങ്കിൽ ബസ്സിൽ കയറി ബസ് മുന്നോട്ട് പോകുന്നില്ല. ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി വന്നാലോ, ബസ് ഭയങ്കര സ്ലോയില്. അപ്പം ചിന്നു പറഞ്ഞു വേഗം വാ അവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എന്താ പറയാ, അങ്ങനെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്തതിനുള്ളിൽ അതിപ്പോ എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും ജസ്റ്റ് ഒരു ലെറ്റർ ആണെങ്കിലും ഞാൻ ഹാപ്പി ആണെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ബോക്സ്. അപ്പൊ അടുത്ത ട്വിസ്റ്റ്, ചിന്നു ജിമ്മിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് പൊട്ടിച്ചിട്ട് ജിമ്മിൽ പോവാം. ജിമ്മിൽ പോയി വരാം. കോഴിക്കോടിന്റെ ഫ്രണ്ടിൽ കുറുക്ക നിൽക്കുന്ന പോലെ ഞാൻ ഈ പെട്ടി നമുക്ക് ഒന്നിച്ച് 2 പേർക്കും കൂടി ഇരുന്ന് ഓപ്പൺ ചെയ്യണം എന്നായിരുന്നു. അപ്പം ഞാൻ ഈ കോഴിക്കോടിന്റെ മുമ്പിൽ കുറുക്ക നിൽക്കുന്ന പോലെ ഞാൻ ഈ ബോക്സ് കുറെ ഇങ്ങനെ എടുത്ത് കുലുക്കും, അവിടെ വയ്ക്കും, താഴേക്ക് പോവും, കുലുക്കും, എടുത്ത് വയ്ക്കും. ഇങ്ങനെ കുറെ നോക്കി. പിന്നെ ഞാൻ എടുത്ത് മാറ്റി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കും. അപ്പം താഴെ പോയി മമ്മീൻ്റെ അടുത്ത് പറഞ്ഞു. മമ്മി പറഞ്ഞു ചിന്നു വന്ന് എനിക്ക് സഹിക്കാൻ പറ്റാണ്. ഞാൻ ഓപ്പൺ ചെയ്തു, ഇതിനുള്ളിൽ എന്താണെന്ന് ജസ്റ്റ് ഞാൻ കണ്ടു. ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ജസ്റ്റ് ഒരു വീഡിയോ, ഓപ്പണിങ് അൺബോക്സിങ് വീഡിയോ, ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇതിനോട് ആഡ് ചെയ്യാം. ഇതാണ് ബോക്സ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നിങ്ങളെ കാണിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. ഇത് അന്ന് തന്നെ സെലക്ട് ചെയ്തു. എനിക്ക് മെസ്സേജ് വന്ന് അന്ന് തൊട്ടേ ഞാൻ വിചാരിച്ചാട്ടോ ഞാൻ വീഡിയോ ചെയ്യണം എന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് ലെങ്ത് എത്രയാവും എന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും, എന്തായാലും അപ്ലോഡ് ചെയ്യും.
സോ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഓരോന്നോരോന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഗ്രീൻ ബോക്സ് ആയിരുന്നു കേട്ടോ. അവിടെയും പേളി മണി ഷോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തിട്ട്. ഓക്കേ, താഴെ വയ്ക്കാം. പിന്നെ ഇങ്ങനെ ഒരു റിബണൊക്കെ വെച്ച് ഇവിടെ ഇങ്ങനെ പിഞ്ച്. നല്ല അടിപൊളി പാക്കേജ് ആയിരുന്നു. പാക്കേജ് സൂപ്പറാ, നല്ല രസമായിട്ട് ഗ്രീൻ റെഡ് നമ്മളെ ക്രിസ്മസ്. അയ്യോ, ഒരു പേപ്പർ താഴെ പോയി. ആ ഒരു കളർ തീമൊക്കെ വെച്ച് റെഡ് ആൻഡ് ഗ്രീനിലായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ മേരി ക്രിസ്മസ് കാണുന്നുണ്ടോ? മേരി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞി കാർഡ്. ഓക്കെ, കുഞ്ഞി കാർഡ്. ടൻ 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 ടൻ. കുറേ കുട്ടി 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 സാധനങ്ങൾ കുറേ ഉണ്ട്. ഫസ്റ്റ് ഇങ്ങനെ ഒരു ടാഗ് പോലെ പേളിമണി ഷോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു പേളിമണി ഇതുണ്ട്. ചിലവർക്കത് കാണുമ്പോൾ ചിലപ്പോൾ അയ്യേ ഇതെന്താ ഇങ്ങനെയെന്നൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അടുത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അത് ചിലവർക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എനിക്ക് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ചിലപ്പോൾ എൻ്റെ മുഖത്ത് നിങ്ങളിത് മനസ്സിലാവുമായിരിക്കും. ഫസ്റ്റ് അത്, പിന്നെ ഒരു കുഞ്ഞി ഒരു കുഞ്ഞി ടെഡി, ക്യൂട്ട്, ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ ഹാങ് ഒക്കെ ചെയ്തിടാൻ വേണമെങ്കിൽ. പക്ഷെ എന്നെ ഇവിടെ ഹാങ് ചെയ്യൂല, എന്നെ എടുത്ത് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹലോ ഹലോ, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ടെഡി. പിന്നെ ആക്ച്വലി എനിക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു സംഭവത്തിൻ്റെ പേരും എനിക്കങ്ങനെ അറിയില്ല കേട്ടോ. അതിൻ്റെ കുറേ ഐക്കൺസ് ഒക്കെ പോലെ കുറേ ഡിയർ, മാൻ, അതിലും പേളി പ്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞായിട്ട് പേളി പ്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ നെയിൽ പോളിഷ് ഇത് സെയിം കളറ്, കുഞ്ഞായിട്ട് പേളി പ്രൊഡക്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഡോറിൻ്റെ മുകളിൽ ഒടുങ്ങിയത് സ്റ്റിക്ക് ചെയ്യും കേട്ടോ. അങ്ങനെ ഈ ഒരു കുഞ്ഞി മാൻകുട്ടി. അപ്പോൾ ഡിയറും ആയി മാനും ആയി. ഓക്കെ, നെക്സ്റ്റ് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ കേട്ടോ, ഹെവി ആയിട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും വലിയ വലിയ കാര്യങ്ങൾ. പിന്നെ ഒരു കുഞ്ഞു വാട്ടർ ബോട്ടിലുണ്ട്. വാട്ടർ ബോട്ടിലല്ലേ? വാട്ടർ ബോട്ടിലുണ്ട്. വാട്ടർ ബോട്ടിൽ അല്ലേ? വാട്ടർ ബോട്ടിലാ. ഇനി ഇത് വേറെ വല്ലതും ഇട്ട് വയ്ക്കുന്ന സാധനമാണ് ഗൈസ്. ഇത് വാട്ടർ ബോട്ടിലാണ് ഗൈസ്. ഞാൻ പൊട്ടിച്ച് നോക്കുന്നില്ല. ഇതിന് വാട്ടർ ബോട്ടിൽ അല്ലാന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇനി വല്ലതും ഇട്ട് വെക്കാനുള്ള വല്ലതും ആണോ? ഇതിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സാധനം കൂടെ ഉണ്ട്. ഇത് നിങ്ങൾ ഇട്ട് വയ്ക്കാനുള്ളതാണോ, കുടിക്കാനുള്ളതാണോ അറിഞ്ഞൂടാ. ഐ തിങ്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഞാൻ ഇതൊക്കെ പിന്നെ പരീക്ഷിച്ച് നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വാട്ടർ ബോട്ടിൽ തന്നെയാണ് ഗൈസ്. എനിക്ക് മനസ്സിലായി. ഇത് ഓപ്പൺ ചെയ്തത് ഇതിലോട്ട് കുടിക്കാനായിരിക്കും. ഈ ഒരു ഇതും കൂടെ പൈപ്പും കൂടെ ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും മുകളിലും നമ്മളെ പേളിക്കുട്ടിയുടെ ഐക്കണുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലോറൽ ഡിസൈനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലൊരു മെറ്റീരിയലൊക്കെ ആയിട്ട് ഈ ഒരു ഐറ്റം ഇതിന് നമുക്ക് വാട്ടർ ബോട്ടിലിൽ നിന്ന് പേരിടാം. ഓക്കെ, അതുണ്ട്. പിന്നെ ഒരു കുഞ്ഞ് ക്യാരി ബാഗ് ഉണ്ട്. അതിലും നമ്മളെ പേളിക്കുട്ടി ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ഫ്ലോറൽ ഡിസൈൻ തന്നെ ആയിട്ട് ഇങ്ങനൊരു കുഞ്ഞൊരു ക്യാരി ബാഗ് ഉണ്ട്. ഇതുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഷോ ചെയ്തെടുത്തേക്കണം. ചിന്നൊന്നും എടുത്ത് തൂക്കാൻ ശ്രമിക്കുന്നു. ഓക്കെ, ഇതുണ്ട്. നെക്സ്റ്റ് ഒരു സ്വീറ്റ് മാഷ്മലോ ഇല്ലേ, മാഷ്മലോയുടെ ഒരു കുഞ്ഞി പാക്കറ്റ് ഉണ്ട്. 5 പീസേ ഉള്ളൂ. മാഷ്മലോ കുഞ്ഞി പാക്കറ്റ് ഉണ്ട്. നമുക്ക് ഒരെണ്ണം കഴിയാം.
കഴിച്ചു കഴിച്ചു കഴിച്ചു. ഇതുണ്ട്. ഇതൊക്കെ ആരെടുത്ത് വെച്ചായിരിക്കും, അങ്ങനെ ചിന്തിക്കണ്ടല്ലേ. ഓക്കെ, ഇതുണ്ട്, മാഷ്മെല്ലോ ഉണ്ട്. മാഷ്മെല്ലോ ഒരു കുട്ടി, അതിലും നമ്മുടെ പെളിക്കുട്ടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ കാർഡ്സ് ഉണ്ട്. കാർഡ്സിൽ യു ഗോട്ട് ദിസ് ഒരു കാർഡ്, യു ഗോട്ട് ദിസ്, ബി കൈൻഡ് ടു യുവർ മൈൻഡ്, ബി കൈൻഡ് ടു യുവർ മൈൻഡ്. ഓക്കെ, രണ്ട് കാർഡ്സ്. മേക്ക് സ്പേസ് ഫോർ യുവർ ഡ്രീംസ്. നെക്സ്റ്റ് കാർഡ്, you can do it. Next card, love yourself the way you are. കുറേ മോട്ടിവേഷൻ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ആയിട്ട് കുറച്ച് കാർഡ്സ് ഉണ്ട്. അവരുടെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു തംബ്നെയിൽ സോങ് വരുന്നില്ലേ, അപ്പം അതിൻ്റെ കുറച്ച് വേർഡ്സ് ഒക്കെ ആയിട്ട് കുറച്ച് കാർഡ്സ് ഉണ്ട്. ദെൻ ഇനി രണ്ട് സാധനങ്ങളുണ്ട് കേട്ടോ, ഇത്രയേ ഉള്ളൂ എന്നല്ല, ഇത്രയും ഉണ്ട്. രണ്ട് കാര്യം കൊണ്ടുണ്ട്. ഹണി, അതിലും നമ്മളെ പേളിക്കുട്ടി ഉണ്ട്. ഹേ ഹണി, 100% പ്യൂർ ആൻഡ് ഓർഗാനിക്. ഇത് ഹണി ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ. താഴെ വീട് പൊട്ടാൻ തിന്നാൽ മതിയായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇരിക്കുന്നില്ല ഓപ്പൺ ചെയ്യാനേ. സോ നിങ്ങൾക്ക് തുറക്കാൻ തോന്നുന്നില്ല. ഓക്കെ, നല്ലതായിട്ട് പാക്കേജ് ഒക്കെ ചെയ്തിട്ടാട്ടോ, ഇങ്ങനെ സ്റ്റിക്കിൽ ഡബിൾ സ്റ്റിക്കറിൽ ഒട്ടിച്ചൊക്കെ വെച്ചാ വിട്ടുപോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഞാൻ ഫാസ്റ്റ് അടിക്കാം കേട്ടോ, കുറച്ച് ലാഗായിപ്പോ. ഇങ്ങനെ ഓക്കെ. അപ്പം ഹണി, അതിലും നമ്മളെ പെളിക്കുട്ടി ഇരിക്കുന്നുണ്ട്, അറ്റത്ത് പെളിക്കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ ഹണി ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ദി ലീസ്റ്റ്, ഈ ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഗിഫ്റ്റ് എപ്പോഴും ഭയങ്കര സ്ലോ ആയിട്ട് കീറാണ്ടൊക്കെ ഓപ്പൺ ചെയ്യാനാണ് ഇഷ്ടം. ഓപ്പൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. കുട്ടി ഒരു നമ്മളെ ക്രിസ്മസ് ഹാമ്പർ ആണല്ലോ, അപ്പൊ നമ്മളെ കുഞ്ഞി ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണ്. പറ്റുന്നില്ല ഗൈസ്, പൊളിച്ച് കയറാൻ ഓ ഇത് ബാറ്ററിയാ, ലൈറ്റ് കത്തും, എന്തോന്ന് കത്തും നോക്കാം. ബാറ്ററി മാത്രം കാണുന്നുണ്ട്, പൊട്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു. എണീറ്റ് പോയി കപ്പടി എടുത്ത് വരാനുള്ള മടിയാണ് ഗൈസ്. ഫൈനലി ഇതാണ് സാധനം. ഇതെങ്ങനെ ഓപ്പൺ ആക്കുമ്പോള് ബാറ്ററി ഇടണം ഗൈസ്. ലൈറ്റ് കത്തോ, ഞാനിങ്ങനെ കാണിച്ചു തരും. കാണുന്നുണ്ടോ? കുഞ്ഞി ലൈറ്റ് കത്തും. സൂട്ട് കുഞ്ഞി ലൈറ്റ് ഉള്ളിൽ കത്തുന്നുണ്ട് ഗൈസ്. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞൊരു
ക്രിസ്മസ് അപ്പൂപ്പനുണ്ട്, പിന്നെ റെഡ് ആൻഡ് ഗ്രീൻ തീം കളറിൽ കുഞ്ഞൊരു വീടും ഒരു ഗിഫ്റ്റ് ഉണ്ട്. ക്യൂട്ടല്ലേ? കുഞ്ഞി ലൈറ്റ് കുഞ്ഞായിട്ട് ലൈറ്റ് കാണുന്നുണ്ടോ? അപ്പോൾ ഇത്രയും ആണ് എനിക്ക് കിട്ടിയ ഗിഫ്റ്റ്. ഈ ബോക്സ് നല്ല രസമല്ലേ? നല്ല രസമുണ്ട് ഈ ഒരു ബോക്സ്. അപ്പം ഞാൻ മാക്സിമം ഇതിൽ തന്നെ ഇട്ട് വെക്കും, ഒന്നും എടുത്ത് പുറത്തിട്ട് വൃത്തികേടാക്കൂല. പുറത്ത് വെക്കാൻ പറ്റുന്ന ടെഡി കുട്ടീനെ ഞാൻ പുറത്ത് വെക്കും, ബാക്കി അങ്ങനെ വെക്കും. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്ന ഒരാളെ കയ്യിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി. അതിപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ഞാൻ എന്നെ സെലക്ട് ചെയ്തു പറഞ്ഞപ്പം എന്ത് ഗിഫ്റ്റ് ആയിരിക്കും എന്നിങ്ങനെ ചില ഫ്രണ്ട്സ് ചോദിച്ചപ്പം ഞാൻ അതിപ്പോൾ ഒരു പേപ്പർ ആണെങ്കിലും ജസ്റ്റ് എൻ്റെ പേര് എഴുതിയാക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഒരു മേരി ക്രിസ്മസ് അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒരു പേപ്പർ ആണെങ്കിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്കൊരു അങ്ങനെ ഒരു കോംപ്ലിമെന്റ് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് പോലെ കിട്ടുന്നതല്ലേ, കോംപ്ലിമെന്റ് അല്ല, ഗിഫ്റ്റ് പോലെ കിട്ടുന്നതല്ലേ. അപ്പം അതെന്താണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ വീഡിയോ എപ്പോഴും ഇടാൻ വേണ്ടി ട്രൈ ചെയ്യാം എന്നല്ല, ഇടണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഇനി ഒന്ന് ഞാൻ ശ്രദ്ധിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ. എല്ലാവരും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.